എം ഡി ഗിയർ ബോക്സ്, എം ഡി എഞ്ചിൻ, ഐ ഗിയർ സിംഗിൾ ലിവർ ആണ്. ഫ്രണ്ട് 4 വീലാണ്, സിംഗിൾ ലിവർ 4 വീൽ വണ്ടിയാണ്. മറ്റേ ആക്സില് ജിപ്സിയുടെ ഫ്രണ്ട് ആക്സിൽ വരുന്ന വണ്ടിയാണ്. ബോഡി മൊത്തത്തിൽ പുതിയ ലോക്കൽ ബോഡി അല്ല, നല്ല ഹൈ ക്വാളിറ്റി അല്ലേ. അതൊക്കെ തകിടൊക്കെ നല്ല സൂപ്പർ തകിടുള്ള ബോഡി. അത് ബോണറ്റ്, ഗ്രില്ല്, ബമ്പർ ഒരു ഭാഗത്തിന് പഴയതില്ല, എല്ലാം പുതിയത്. ഓപ്പൺ ബോഡി പെർമിറ്റ്, ബൊലേറോയുടെ സ്റ്റിയറിംഗ്, ഓയിൽ ക്ലച്ച്, പുതിയ പേപ്പർ, പുതിയ ഇൻഷുറൻസ്, 30 വരെ റിന്യൂവല്, എല്ലാ ഭാഗം പെർഫെക്റ്റ്, ഒരു ഭാഗം പഴയതില്ലാതെ. സീറ്റുകളൊക്കെ ഫോൾഡിംഗ് സീറ്റുകൾ എല്ലാം പുതിയ. പക്ഷെ ആർസി മാത്രമേ പഴയതുള്ളൂ. ഒരു KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വീണ്ടും വണ്ടൂരിലെ വണ്ടൂർ കാർസിലാണ് ഒരുപാട് പുതിയ സ്റ്റോക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. SUV ടൈപ്പ് ഉണ്ട്, സഡാൻ ഉണ്ട്, ചെറുവണ്ടികളുണ്ട്, 7 സീറ്റർ ഉണ്ട്, പിന്നെ ബൊലേറോ ഒക്കെ ഇത് മോഡൽ കൂടിയതല്ലേ, പവർ പ്ലസ് അല്ലേ വരുന്നത്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് കിഷോറേട്ടനാണ്, ഇതിന്റെ ഓണറാണ്. കിഷോറേട്ടന് ഒരു ആശാനാണ്, അതായത് മെക്കാനിക്കും കൂടിയാണ് അല്ല. എന്തൊക്കെയുണ്ട്? നല്ല സുഖല്ലേ? സുഖമായിട്ട്. കച്ചവടം എന്തുപാട്? കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് കൊണ്ടുപോകും. അതെ, നമ്മള് വീഡിയോ ചെയ്തിട്ട് ഒരു 3 മാസമായി. ഇപ്പൊ ഒരുപാട് എല്ലാം പുതിയത് തന്നെ കേട്ടോ, പഴയ കളക്ഷൻ ഒന്നും ഇല്ല, എല്ലാം പുതിയ കളക്ഷൻ ആണ്. അപ്പോ ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ എങ്ങനെയായിരുന്നു? ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഫ്ലഡും ടോട്ടൽ ലോസും അപ്രൂവ് ചെയ്യണം. കോസ്റ്റ് അങ്ങനത്തെ മേജർ ആക്സിഡന്റ് നമുക്ക് ഉത്തരവാദിത്തമുണ്ട് എല്ലാ വണ്ടികൾക്കും. അങ്ങനത്തെ ഒരു വണ്ടി ഇവിടെ ഉണ്ടാവും. പിന്നെ കിലോമീറ്റർ എങ്ങാനും വല്ല വലിച്ചോ റോൾ ചെയ്ത വണ്ടി അടങ്ങാൻ നമ്മൾ ഏത് കസ്റ്റമറും പറയുന്നത് കിലോമീറ്റർ നമ്മൾ വിശ്വസനീയമായ കിലോമീറ്റർ അല്ല പറഞ്ഞു കൊടുക്കുള്ളൂ. അത് പറഞ്ഞു കൊടുക്കും. അത് സ്റ്റേറ്റ് വണ്ടികളെ ഉണ്ടാവുള്ളൂ, കൂടുതലും അങ്ങനെ ഉണ്ടാവും കിലോമീറ്റർ. പിന്നെ നമുക്ക് വരുന്ന സെക്കൻഡ് ഓണർഷിപ്പ് കൊണ്ട് അങ്ങനെ വണ്ടി ചെയ്ത് അവിടെ ഓൾറെഡി റോൾ ചെയ്ത വണ്ടിയാണ് നമ്മൾ പറയും അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുള്ളൂ. കാരണം നമുക്ക് റോൾ ചെയ്ത വണ്ടികൾ നമ്മുടെ അടുത്തില്ല, എങ്ങാനും വന്നാൽ നമുക്ക് പറഞ്ഞിട്ടേ കൊടുക്കും. അതെ, അത് ഇന്നലെ നാളെ കൊണ്ടേ കസ്റ്റമർ അറിഞ്ഞാലും ബുദ്ധിമുട്ടായി മാറില്ലേ, ബുദ്ധിമുട്ടില്ലല്ലോ. നമ്മുടെ ഷോപ്പിനൊരു ഷോപ്പല്ല, അത് ചെയ്യാൻ പാടില്ല അത്. അപ്പോ പിന്നെ വേറെ എന്തെങ്കിലും പറയണ്ട പ്രഷറോട്? എന്തൊക്കെയാണ് കുറെ സ്റ്റോക്ക് നമുക്ക് വന്നിട്ടുണ്ട്, എല്ലാം നല്ല നല്ല വണ്ടികളാണ്. മുകളിൽ കൂടിയതുകൊണ്ട് കുറഞ്ഞതുകൊണ്ട് ഇനി ഒരുപാട് സ്റ്റോക്ക് കയറി വരാനുണ്ട്. നല്ല നല്ല വണ്ടികളാണ്. വണ്ടികൾ ഓരോന്നായിട്ട് കാണിച്ചു കൊടുക്കാം. ലൊക്കേഷൻ എങ്ങനെ പറഞ്ഞു കൊടുക്കാം? ലൊക്കേഷൻ നമ്മൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വണ്ടൂർ എന്ന സ്ഥലത്താണ് ഉള്ളത്. വണ്ടൂർ നിലമ്പൂർ റോഡ് ഏകദേശം 1 കിലോമീറ്റർ. നമ്മൾ നിയർ ആയിട്ട് നിൽക്കുന്ന ഒരു ബാറാണ്, സിറ്റി പാലസ് ബാർ, നേരെ ഓപ്പോസിറ്റ്. ബാറിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോ ഇവരെ നമ്പർ വീഡിയോയിലുണ്ട്, 3-4 നമ്പർ ഉണ്ടാവും, ഏതെങ്കിലും നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ലൊക്കേഷൻ വേണ്ടവർക്ക് അയച്ചു തരും. അപ്പോ ഓരോ വണ്ടിയായിട്ട് നോക്കാം നമുക്ക്. വേറെ വണ്ടി ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു i20 കാണിച്ചു കൊടുക്കല്ലേ? തീർച്ചയായിട്ടും. അതും ഡീസൽ വണ്ടി അല്ലേ? ഡീസലാണ്, ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ. ആസ്തയാണ് ഏറ്റവും ടോപ്പ് അല്ല, ആസ്ത ഓപ്ഷൻ അല്ല, ഓപ്ഷൻ വണ്ടിയാ. പുഷ് ബട്ടനൊക്കെ വരുമല്ലോ, സ്റ്റാർട്ട്, അലൈവില്, എയർ ബാഗ്, എല്ലാ സെറ്റ് വരുന്നുണ്ട്. ഒരു വെറൈറ്റി കളർ. അതെ, ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുക്കോ? 2016 മോഡൽ വണ്ടിയാണ്, ആസ്റ്റ ഓപ്ഷൻ ആണ്, സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. ഒരു റീപ്ലേസ്മെന്റ് നിലയിൽ വണ്ടിക്കില്ല. 1.10 ആയിട്ട് ലെവലാണ് വണ്ടി ഓടിയുള്ളത്. ഫുൾ കമ്പനിയിലാണ് സർവീസ്. ടയർ ഭാഗങ്ങളൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 80-90% ടയർ ഭാഗം ഉണ്ട്. പിന്നെ അഡീഷണൽ സെറ്റ് ടച്ച് സ്ക്രീൻ ഇപ്പൊ ചെയ്ത് കൊടുക്കും നമ്മളോട്. സെറ്റ് ചെറിയ കമ്പനി ഉണ്ട്, അപ്പൊ പുതിയ ടച്ച് സ്ക്രീനും റിവേഴ്സ് ക്യാമറ അഡീഷണൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന വണ്ടിയാണ്. ഏകദേശം നമുക്കൊരു 4 ലക്ഷത്തോളം ലോൺ നമുക്ക് ഈ വണ്ടിക്ക് പ്രതീക്ഷിക്കാം. ഈ വണ്ടിക്ക് കിട്ടും. 4.25 വരെ നമുക്ക് ലോൺ കിട്ടും. വണ്ടിക്ക് 5.15 ആണ്. അതെ. ഓക്കെ, വണ്ടി വേറെ ആക്സിഡന്റ് ഒന്നും മാറി, ഗ്ലാസോ ബോണറ്റോ ഡോറോ ഒന്നുമില്ല. നല്ല ക്ലീൻ പീസ് അല്ല, ഒരു പെട്ടി പീസ് വണ്ടിയാണ്. അതും ഏറ്റവും ടോപ്പ് പുഷ്പട്ടന അടുക്കം വരുന്ന ഒരു വാഹനം. വണ്ടി എടുക്കുന്ന ആൾക്ക് ഒരു ടെൻഷൻ വേണ്ട. ഡീസൽ അത്യാവശ്യം നല്ല മൈലേജും കിട്ടും. സെക്കൻഡ് ചാവി അടക്കാൻ കൊടുക്കുന്നത്. ഹിസ്റ്ററി അവൈലബിൾ ആണല്ലോ. ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും നിങ്ങൾ കിലോമീറ്റർ ഹിസ്റ്ററിയിലുള്ള വണ്ടി എടുത്തോളി. കാരണം എന്താ വെച്ചാല് തിരിച്ചു മറിച്ച് അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല. അപ്പോ 5.15 ആസ്കെ ഉണ്ട്. ചെറിയ എന്തെങ്കിലും വ്യത്യാസം, എന്തെങ്കിലും വില വ്യത്യാസം ഉണ്ടാവും, കച്ചവടത്തിന്റെ രീതിയിലുള്ള മാറ്റം ഉണ്ടാവും. മാക്സിമം ലോൺ ചെയ്യാം. ഒരു 10-50 ഉറുപ്പിക ഉണ്ടെങ്കിൽ ലോൺ തുറക്കാൻ പറ്റിയ ഒരു വണ്ടി. ഇവിടെ ഒരു കിണ്ണം പോലത്തെ ഒരു ഓട്ടോമാറ്റിക് വണ്ടി, അതും ടാറ്റന്റെ ടിയാഗോ, ഏറ്റവും ഫുൾ ലോഡ്. ആൻഡ്രോയിഡ്, ആലോയ്സ്, ബാക്ക് വൈപ്പർ, പുഷ് ബട്ടൺ, ഫോഗർ, ഡിഫോഗർ, എല്ലാ സെറ്റപ്പ്. പുഷ് ബട്ടൺ വരൂല, സോറി, എല്ലാ സെറ്റപ്പ് വരുന്നുണ്ട് കേട്ടോ. ബ്രോ, ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2020 മോഡൽ ന്യൂ ഷേപ്പ് ആണ്. 2020 മോഡൽ ന്യൂ ഷേപ്പ് A+ ആണ് വണ്ടി. ഏറ്റവും ടോപ്പ് വരുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുൾ കമ്പനിയിലാണ് സർവീസ് ചെയ്തത്. വെറും 40,000 ഓട്ടോമാറ്റിക് നല്ലൊരു വണ്ടി. ഹിസ്റ്ററിയൊക്കെ കാണിക്കാൻ പറ്റൂല, ഹിസ്റ്ററിലെ വണ്ടിയാണ്. ടയർ വാഷത്തോടെ പോയ ടയർ വാളൊക്കെ നല്ല പെർഫെക്റ്റ് ടയർ ഭാഗമുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അഡീഷണൽ സീറ്റ് കവർ, ടച്ച് സ്ക്രീൻ, എല്ലാം ക്ലീൻ പീസ്, പെട്ടി പീസ് ആണ്. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, അറിയില്ല.
ഓക്കെ, എത്രയൊക്കെ ചെയ്യാൻ പറ്റും ഇത്? നമുക്ക് 485 ആസ്കിംഗ് പ്രൈസ്. 485. അതെ, ആ, ചെറിയ വ്യത്യാസം ചെയ്ത് കൊടുക്കാം. 4 ലക്ഷം രൂപ ലോണും പോയിട്ട് ലോൺ കൊടുക്കാം. 10-30 ഉറുപ്പ 35 ഉറുപ്പ ഉണ്ടെങ്കിൽ ലോൺ നമുക്ക് ഇറക്കി കൊടുക്കാം. ഇറക്കാൻ പറ്റുമല്ലേ? അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളി. ഖിദ്മത്തിന്റെ ഒരു പെട്ടി പീസ് ബൊലേറോ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതും 1 ലക്ഷം രൂപയുടെ എക്സ്ട്രാ ഫിറ്റ് കയറിയ ഒരു വാഹനം. വെറും 40,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി അല്ലേ? അതെ. എങ്ങനെയാണ്? 2022 മോഡൽ വണ്ടിയാണ്. 40,000 കിലോമീറ്റർ ആണ്. B6 ഓപ്ഷൻ ആണ് വണ്ടി. ഫുൾ ലോഡ് വണ്ടി, ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. പിന്നെ അഡീഷണൽ ചെയ്താണ് 1 ലക്ഷം രൂപ ആക്സറീസ്, അലോയ്സ്, സ്റ്റിയറിംഗ് കവർ, സീറ്റ് കവർ, റൂഫ് റെയിൽ, റെയിൻ ഗാർഡ്, അങ്ങനെ അഡീഷണൽ എല്ലാം മയത്ത് തന്നെ ചെയ്തിട്ടില്ല. ഒരുപാട് വിറ്റിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ആണ്. സീറോ ക്ലൈം ആണ് വണ്ടി. മെറ്റബിൾ ടച്ച് വരെ കയറാത്തൊരു വണ്ടി. അലോയ്സ് നല്ല കോസ്റ്റ്ലി അലോയ്സ്. പുത്തൻ ടയർ, 4 ടയറും പുത്തന്. 2 പുത്തൻ സ്റ്റെപ്പിന് പുറത്തേക്ക് എടുത്തിട്ടില്ല. ടയർ ഏകദേശം ഒരു 60% ബാക്ക് ടയർ ഉണ്ട്. നല്ല ക്വാളിറ്റി. പുതിയ വണ്ടി എടുക്കാൻ പോണ ഒരു കസ്റ്റമർക്ക് വന്ന് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു വലിയ പുതുപുത്തൻ. ആകെ 40,000 സിംഗിൾ ഓണർഷിപ്പ്, ഒരേ ഒരു ഓണർ, ഫുൾ കവർ ഇൻഷുറൻസ്, 8 ലക്ഷം വേരിയബിൾ ഇൻഷുറൻസ് വണ്ടിക്ക് ഉണ്ട് നിലവിൽ. നമുക്കത് 8,80,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. അതെ, ഓക്കെ. 10-80 ഉറുപ്പ ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാൻ പറ്റും. ഫുൾ കമ്പനി സർവീസ് വണ്ടി. ഒരു പേടിയും പേടിക്കേണ്ട. നല്ല ഖിദ്മത്തിന്റെ ധൈര്യമായിട്ട് എടുത്തിട്ട് പോവാം. 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു ഖിദ്മത്തിന്റെ പെട്ടി പീസ്. അതും ഓട്ടം കുറെ കുറവുണ്ടല്ലേ? 35,000 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു വണ്ടി. അതും ഫുൾ ഹിസ്റ്ററി ഉള്ള വാഹനം അല്ലെ? ഷോറൂം ഹിസ്റ്ററി ഉണ്ട്. കിലോമീറ്റർ ഫുൾ നോക്കാം. ജെനുവിൻ കിലോമീറ്റർ. 2019 ഡീസൽ VX ആണ് അതിന്റെ ടോപ്പ് ഒക്കെ വരുന്ന സ്റ്റാർട്ട് ഒക്കെ വരുന്ന വണ്ടിയാണ്. അഡീഷണൽ സീറ്റ് കവർ, കവർ അങ്ങനെ അഡീഷണൽ എല്ലാം ചെയ്തിട്ടുണ്ട്. ഫ്ലോർ എല്ലാം ചെയ്തിട്ടുണ്ട്. 4 പുത്തൻ ടയർ ഇപ്പൊ ഇട്ടിട്ടുള്ളൂ. 4 കടുംപുത്തൻ ടയർ ഇപ്പൊ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, ഒരു റീപ്ലേസ്മെന്റും ഇല്ല. ഫുൾ കവർ ഇൻഷുറൻസ് നിലവിൽ. സിംഗിൾ ഓണർ അല്ല? സിംഗിൾ ഓണർ അല്ല, സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർഷിപ്പ് ആയതുകൊണ്ട് നമ്മളെ സൂത്ര വിലയിൽ മാറ്റിയെടുത്തു. അല്ല, മാറ്റിയെടുക്കാത്ത ആരും ചില കസ്റ്റമർ ആശയം ഇല്ലാത്തതുകൊണ്ട് നമ്മളെ വിലയിലേക്ക് മാറ്റിയെടുത്തു. അല്ല, അത് വിൽക്കുമ്പോൾ ചില മാറേണ്ടി വരും. ഒരു രക്ഷയില്ല. ഞങ്ങളൊരു സീസൺ ഹോൾഡ് ചെയ്താൽ ശ്രമിച്ചു, പക്ഷെ കസ്റ്റമർ സമ്മതിച്ചില്ല. അതുകൊണ്ട് മാറിയെടുത്തു. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ള വണ്ടി ഉള്ളത്. ഒരു റീപ്ലേസ്മെന്റും ഇല്ല. ഫുൾ കമ്പനിയാണ് സർവീസ്. പക്കാ ക്വാളിറ്റി, നല്ല ഹൈ ക്വാളിറ്റി. അതെ, ഇതായിട്ടുള്ളൂ. ഞാൻ സർവീസ് ചെയ്തില്ല, ഒരു യാത്ര കഴിഞ്ഞ് വന്നോളൂ. അല്ല, ഇതെല്ലാം ഈ ഡീസൽ വണ്ടിയിൽ ഇത്ര കിലോമീറ്റർ ഓടി നമുക്ക് അല്ല കുറെ കുറവാണ്. 19 മോഡലും ഉണ്ട്. 19 മോഡൽ ഉണ്ട്. ടെൻഷൻ വേണ്ട. അതെ, പിന്നെ VX ആണ് ഏറ്റവും ഫുൾ ലോഡ് ആണ്. പിന്നെ എത്ര ചെയ്യാം ബ്രോ? ഇത് നമുക്ക് 8,40 കൊടുക്കാം. 8,40 കൊടുക്കാം. അതും ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി. സാധാരണ ഈ WRV ഒക്കെ റീവണ്ടി വരാറുണ്ട്. അതുകൊണ്ട് പ്രത്യേകം പറയാണ്, ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒരു ടെൻഷൻ വേണ്ട എടുക്കുന്ന ആൾ. ഫുൾ ഹിസ്റ്ററി നിങ്ങൾ നോക്കിയിട്ട് വന്നാൽ മതി. നമ്പർ ഹൈഡ് ചെയ്യുന്നില്ല. നമ്പർ ഹൈഡ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ ആവശ്യം മാക്സിമം ലോണൊക്കെ ചെയ്യാൻ പറ്റൂല? തീർച്ചയായിട്ടും. 1 ലക്ഷം രൂപ അടുത്ത് വരെ ലോൺ പ്രതീക്ഷിക്കാം. 7.5 ലെവൽ അത്ര ലോൺ കിട്ടൂല. സിവിൽ സ്കോറും കാര്യം മോശമാത്ത കസ്റ്റമറാണ് നമുക്ക് ചെയ്ത് കൊടുക്കുക. ആവശ്യക്കാർ വിളിച്ചോട്ടെ? ഓ, തീർച്ചയായിട്ടും. ഈ റയർ പീസ്, അതായത് ഹുണ്ടായിന്റെ വെർണ ഡീസൽ വണ്ടി അല്ല, അത്യാവശ്യം ഒരു 20ന്റെ അടുത്ത് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി. അതും ചെറിയ ബഡ്ജറ്റിൽ. ഒരു സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസ മതിയല്ല? അതും കാണാൻ നല്ല ഒരു ബർക്കത്തുണ്ട്. അതായത് ഒരു പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി, സെറ്റപ്പ് ഉള്ള വണ്ടി. എങ്ങനെയായിരുന്നു ഇത് മോഡൽ? 2013 ഇയർ. വേരിയന്റ് ആണ്. 1.6 എഞ്ചിൻ വരുന്ന വണ്ടി. 1.6 എഞ്ചിൻ വരും. അഡീഷണൽ അലൈസ് കമ്പനി കൊടുക്കുന്ന അലൈസ് ആണ്. അത് മാറ്റേണ്ടി വരും. അഡീഷണൽ വേറെ അലൈസ് വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും നിലവിൽ വണ്ടിയിലില്ല. റണ്ണിംഗ് കിലോമീറ്റർ ഇതിൽ കാണിക്കുന്നത് 160 ആണ് റൺ കിലോമീറ്റർ കാണിക്കുന്നത്. റീപ്ലേസ്മെന്റ് മെക്കാനിക് പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. റീപ്ലേസ് ഒന്നുമില്ല. ഒന്നും മാറില്ല. ഗ്ലാസ് ബോണ്ട് കിലോമീറ്റർ 160 ആണ്. 13 വണ്ടി എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര വർഷത്തെ പ്രതീക്ഷിക്കണം. ഡീസൽ വണ്ടിയല്ലേ? 1.6 എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. നമുക്കിത് 3.25 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാം. 3.25 കൊടുക്കാം. ലോൺ എത്ര കിട്ടും? 2 ലക്ഷം ലോൺ കൊടുക്കാം. 2.5 ലോണും കിട്ടുമല്ലേ? ഒരു 10-75 രൂപ ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാൻ പറ്റിയ വണ്ടി. ഇന്റീരിയർ ഭാഗത്തുള്ള സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി മെക്കാനിക് ഫുൾ ഫിറ്റ് അല്ലേ? മിയത്തുൽ മിയ. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. പുതിയ ക്ലച്ച് ഇപ്പോൾ മാറിയിട്ടുള്ളൂ. ഇപ്പൊ ക്ലച്ച് ഇപ്പൊ മാറിയിട്ടുള്ളൂ. ആവശ്യക്കാർ ഫുള്ള് ചെക്ക് ചെയ്യുന്നു. വീണ്ടും ഒരു ഡീസൽ വണ്ടി, ഹുണ്ടായിന്റെ i20 ആസ്ത. പുഷ് ബട്ടൺ അടക്കം വരുന്ന വണ്ടിയല്ല? ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. ഏറ്റവും ഫുൾ ലോഡ്. അലോയ്സ്, പുഷ് ബട്ടൺ, ഫോഗർ, ഡിഫോഗർ എല്ലാ സെറ്റപ്പ് വരുന്നുണ്ട് ഇതില്. എങ്ങനെയാണ് ബ്രോ മോഡൽ? 2015 മോഡൽ വണ്ടി. 15 മോഡല്. ആസ്റ്റ ഓപ്ഷൻ വണ്ടി. ഏറ്റവും ടോപ്പ് പീസ് വണ്ടി. ആക്സിഡന്റുകളൊന്നും ഇല്ലാത്ത, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്തൊരു വണ്ടി. ടയറൊക്കെ ഏകദേശം ഒരു 80-90% ടയർ ഉണ്ട്. ഈ വണ്ടി കണ്ണി ചിമ്മിട്ട് എടുക്കാന്നാ മൂപ്പര് പറയുന്നത്. തീർച്ചയായും. ഞാൻ ഇസ്ത്രി എടുത്താണ് വണ്ടിയുടെ. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. അതുപോലെ
ഓണർഷിപ്പ് സിംഗിൾ ആയിരുന്നു. സിംഗിളോ? ഇപ്പൊ 4 ദിവസമായിട്ട് എന്റെ പേരില്ല. ഓണർഷിപ്പ് സെക്കൻഡിലോട്ട് മാറി. നിങ്ങളെ പേരിലേക്ക് മാറി. അപ്പൊ ഫസ്റ്റ് ഓണറിൽ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ? ഓടെ കസ്റ്റമർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർച്ച് തരാൻ കസ്റ്റമർ ഇപ്പൊ 4 ദിവസമായിട്ട് എന്റെ പേരിലാണ്. 4-5 ദിവസമായിട്ടുള്ള എന്റെ പേരിലോട്ട്. ഓട്ടം എത്ര ഉണ്ട്? 1,18,000 കിലോമീറ്റർ. 18,000 കിലോമീറ്ററും കമ്പനി ഹിസ്റ്ററി ഉള്ള കമ്പനി ഹിസ്റ്ററി ഒക്കെ ഉണ്ടല്ലോ. ജെനുവിൻ ഹിസ്റ്ററി എടുക്കുന്ന ആൾക്ക് ഒരു ടെൻഷൻ വേണ്ട. എടുക്കുക ഓടിക്കുക. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മിയ എത്രക്ക് കൊടുക്ക? ഇത് നമുക്ക് 490. 490 കൊടുക്കാം. ലോണൊക്കെ എത്ര കിട്ടും? നമുക്ക് 4.4 നോർമലി ലോൺ ചെയ്യല. ഓക്കെ. എന്തായാലും വില ചെറിയ മാറ്റം ഉണ്ടാവല്ലേ ഇവിടെ? നിങ്ങൾ വണ്ടി പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വില കുറച്ച് തരും. ഏത് വണ്ടിക്കോട്ടെ, ഇതെന്നല്ല, ഏത് വണ്ടി ആണെങ്കിലും. അപ്പോ വിളിച്ചോട്ടല്ല ആവശ്യക്കാര്. വിറ്റാര ബ്രസ് ആണ് നിങ്ങൾ കാണിക്കുന്നത്. അതും ഡീസല് ZD അല്ലെ? ആലോചിച്ചൊക്കെ വരുന്ന വണ്ടിയാണ്. പുഷ്പടൻ ഉണ്ടാവില്ല, ബാക്കിയെല്ലാം വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മോഡല്? 2019 മോഡല്. 19 വണ്ടി അല്ലെ? 19 വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. 90,000 കിലോമീറ്റർ. 90,000 കിലോമീറ്റർ വരെ കമ്പനി സർവീസ് ഉണ്ട്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. 90,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ്. കമ്പനി സർവീസ് ഉണ്ട്. ഹിസ്റ്ററി ഉണ്ട്. പിന്നെ ഒരു ടെൻഷൻ വേണ്ട. നമ്മൾ ഇതുവരെ കാണിച്ച എല്ലാ വണ്ടികളും നല്ല പെട്ടി പീസ് അല്ലേ? ഇത് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര കൊടുക്കുക? 8 ലക്ഷം രൂപ കൊടുക്കാം. 8 ലക്ഷം രൂപ കൊടുക്കുക. അതും മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. ഫുള്ള് കിട്ടോ? ഫുൾ ലോണ് ഏടൊക്കെ നോർമൽ പ്രതീക്ഷിക്കാം. പിന്നെ കസ്റ്റമറെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ബേസ് ബാങ്കിങ് ബേസ് ചെയ്തിട്ട് എന്തായാലും 10-50 ഉറുപ്പിക ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇറക്കാൻ പറ്റും. അതെ. വണ്ടി കണ്ണി ചിമ്മിട്ട് ഇറക്കുക. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും 19 ZD ആണ് കേട്ടോ. അതെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കി. ഇതെവിടെ ഒരു കിതുമത്തിന്റെ ഡസ്റ്റർ കാണിച്ചു കൊടുക്കാം. എങ്ങനെയായിരുന്നു ബ്രോ? 2015 മോഡലാണ് വണ്ടി. 15 വണ്ടി. 85 ന്യൂ ഷേപ്പ് എഞ്ചിൻ വരുന്ന വണ്ടി. ന്യൂ ഷേപ്പ് ആണ്. ന്യൂ ഷേപ്പ് എഞ്ചിൻ എഞ്ചിൻ 2015 ഷേപ്പ് ഫേസ് ലിഫ്റ്റ് 2016 തൊട്ടാണ് വരുന്നത്. ഓക്കെ. ഇത് 15 തൊട്ടിട്ട് എഞ്ചിൻ ന്യൂ ഷേപ്പിലോട്ട് മാറി. 85 വരുന്ന മൈലേജ് ഉള്ള എല്ലാരും പറയും ഡസ്റ്റർ കത്തുന്നു. കത്താത്ത ടൈപ്പ് എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. പ്രശ്നമില്ലല്ലോ. അല്ല, പഴയ മോളും കത്തുന്ന് പറയുന്ന പ്രശ്നം. അത് കത്തുന്നത് ഈ വണ്ടിയുടെ പ്രശ്നം കൊണ്ടല്ല. അതിനുള്ളത്തെ ഉള്ളിലത്തെ സാധനം ഉണ്ട്, ഒരു ഷീറ്റ് ഉണ്ട്, അതിനുള്ള എഞ്ചിനെ കവർ ചെയ്യണം. അതിലോട്ട് വീഴുമ്പോഴാണ് കത്തുന്നത്. അല്ല, വണ്ടി റോഡിൽ കത്തുന്നതല്ല വണ്ടികള്. അതിൽപ്പെട്ട എഞ്ചിനും അല്ലത്. പഴയ ഷേപ്പിലാണ് വരുന്നത്. പഴയ ഷേപ്പിൽ വണ്ടി കത്തൂല കേട്ടോ. അത് ആ സാധനം നമ്മൾ കംപ്ലൈന്റ് മാറ്റിയില്ലെങ്കിൽ അത് എഞ്ചിനിലോട്ട് വീണ് ചൂടായി കത്തുമ്പോ ഓട്ടോമാറ്റിക്കലി കത്തിപ്പോന്നാണ് വണ്ടികൾ. ഇത് 2015 മോഡലാണ്. അതുപോലെ ന്യൂ ഷേപ്പ് എഞ്ചിൻ. ഇത് ഏകദേശം 2 അടുത്ത ഓടിയുണ്ടായിരുന്നു. വണ്ടി അതൊക്കെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളും നിലവിൽ വണ്ടിക്കില്ല. 4 പുതുപുത്തൻ ടയറുണ്ട്. ഇത് 2 ലക്ഷം കിലോട്ട് ഓടിയുണ്ടാവും. ഞാൻ പറയട്ടെ, ഞാൻ കിലോട്ട് നോക്കിയില്ല. ഞാൻ പറയാം 50 കിലോമീറ്റർ നമുക്ക് ആ ലെവലിൽ എത്രയാണ് വണ്ടി ഓടിയിട്ടുള്ളത്. 4 പുത്തൻ ടയർ. സസ്പെൻഷൻ ഒക്കെ പുതിയതാണ്. അടിയിൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം നമുക്ക് 20 കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന 85 വരുന്ന നല്ല അടിപൊളി വണ്ടിയാണ്. നമുക്ക് 3,80,000 രൂപയ്ക്ക് സാധനം കൊടുക്കാം. 15 വണ്ടി മോഡൽ ന്യൂ ഷേപ്പ് എഞ്ചിൻ വരുന്ന വണ്ടി. ടയറൊന്നും നോക്കണ്ട വേണ്ട. സർവീസ് മെക്കാനിക് ഭാഗമൊന്നും ചിന്തിക്കേണ്ട. എല്ലാം പെർഫെക്റ്റ് അല്ലേ? വണ്ടി എടുക്കുന്ന ആൾക്ക് എണ്ണടിക്കാൻ ഓടാന്നല്ലാതെ വേറെ പണിയില്ല. നമുക്കൊരു 10-40 രൂപ മുടക്കില് ലോൺ ചെയ്ത് കൊടുക്കാം. ലോൺ ചെയ്യാം. അപ്പൊ വേണം വിളിച്ചു. ഇവിടെ ജീപ്പ് ഭ്രാന്തന്മാർക്ക് പറ്റിയ ഒരു അടിപൊളി വണ്ടി. അതും 4x4 ആണ് കേട്ടോ. ഒരുപാട് എല്ലാം പുതിയ എല്ലാം പുതിയത്. ഒന്ന് ചോദിക്കാം, പഴയതാട്ടോ. ഏത്? RC പഴയതാണ്. RC പഴയതാണ്, ബാക്കിയെല്ലാം പുതിയത്. ഇതിനെ പറ്റി ഫുള്ള് ഡീറ്റെയിൽ പറഞ്ഞു കൊടുത്താൽ പറയാനുണ്ടതിന്. 89 മോഡൽ വണ്ടി. ഓക്കെ. പക്ഷെ MD-ന്റെ ഗിയർ ബോക്സ്, MD-ന്റെ എഞ്ചിൻ, ഐഗിയർ സിംഗിൾ ലിവർ ആണ്. ഫ്രണ്ട് 4 വീലാണ്. സിംഗിൾ ലിവർ 4 വീൽ വണ്ടിയാണ്. മറ്റേ ആക്സില് ജിപ്സിയുടെ ഫ്രണ്ട് ആക്സിൽ വരുന്ന വണ്ടിയാണ്. ബോഡി മൊത്തത്തിൽ പുതിയ ലോക്കൽ ബോഡി അല്ല, നല്ല ഹൈ ക്വാളിറ്റി അല്ലേ? അതൊക്കെ തകിടൊക്കെ നല്ല സൂപ്പർ തകിടുള്ള ബോഡി. അത് ബോണറ്റ്, ഗ്രില്ല്, ബമ്പർ, ഒരു ഭാഗത്തിന് പഴയതില്ല. എല്ലാം പുതിയത്. ഓപ്പൺ ബോഡി പെർമിറ്റ്, ബോലോറിന്റെ സ്റ്റെയറിംഗ്, ഓയിൽ ക്ലച്ച്, പുതിയ പേപ്പർ, പുതിയ ഇൻഷുറൻസ്, 30 വരെ റിന്യൂവല്, എല്ലാ ഭാഗം പെർഫെക്റ്റ്. ഒരു ഭാഗം പഴയതില്ലാതെ. സീറ്റുകളൊക്കെ ഫോൾഡിങ് സീറ്റുകൾ എല്ലാം പുതിയ. പക്ഷെ RC മാത്രമേ പഴയതുള്ളൂ. അതായത് ഒരു 4x4 ജീപ്പ് നോക്കുന്ന ആൾക്ക് എടുക്കാൻ പറ്റിയ, എടുക്കാൻ പറ്റിയ ഒരു വണ്ടി അല്ലെ? ഈ സീറ്റ് എന്താണ് ഇങ്ങനെ ഫോൾഡിംഗ്? ഒക്കെ ഫോൾഡ് ചെയ്യുന്ന പുതിയ സീറ്റാണ്. പുതിയ സീറ്റാണ്. അതെ.
അല്ല ഇത് ലെതറിന്റെ സീറ്റ് അല്ലല്ലോ. അല്ലല്ല, അത് അങ്ങനെ മോഡൽ സീറ്റ് ആക്കി അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സീറ്റാണ്. ഓപ്പൺ ബോഡി പെർമിറ്റ് ഉണ്ട് ഇതിന്. പെർമിറ്റ് ഉണ്ട്. ഫുഡ് അയച്ചിട്ട് നമുക്ക് ഓപ്പൺ ബോഡി പെർമിറ്റോട് കൂടിയുള്ള വണ്ടിയാണ്. ഉപയോഗിക്കാം. അത്യാവശ്യം ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതെ അതെ അതെ. എത്ര വില? നമുക്ക് 390 കൊടുക്കാം. 390 കൊടുക്കാം. അതെ. മുടക്ക് നോക്കാം. അതിന്റെ ഒരുപാട് മുകളിൽ ഞങ്ങൾക്ക് ഇതിന്റെ എക്സ്പെൻസ്, നമ്മളെ സുഹൃത്തിന്റെ വണ്ടിയാണ്, അവർക്ക് എക്സ്പെൻസ് വന്ന പൈസ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട്, അതിന്റെ ഒരുപാട് ലക്ഷങ്ങൾ മുകളിലോട്ട്, അതിന്റെ 5-6 ലക്ഷം രൂപ മുകളിൽ മുടക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഒരു താല്പര്യം. അപ്പൊ മോൻ പുറത്തോട്ട് പോയി എനിക്ക് കൊടുക്കാം. അതിന്റെ പകുതി പൈസ കൊടുക്കാം അല്ലെ? അതെ. ഓക്കെ. റോട്ടിലെ രാജാവ് ഇത്യോസ് ആണല്ലേ? അതെ. ലിവി അല്ല, ഇത്യോസ്. അതെ, ടൊയോറ്റന്റെ ഇത്യോസ് ആണ്. നല്ല ബോഡി സ്പേസ്, മെയിന്റനൻസ് ഒക്കെ വളരെ കമ്മിയുള്ള ഒരു വണ്ടി അല്ല? എങ്ങനെയായിരുന്നു ബ്രോ ഇത് മോഡൽ? 2012 മോഡല്, 13 രജിസ്ട്രേഷൻ വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്, റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഫുൾ വർക്ക് കഴിഞ്ഞ വണ്ടി കേട്ടോ. ഫുൾ എ ടു സെഡ് വർക്ക് ചെയ്യുന്ന എല്ലാ പരിപാടിയും കഴിച്ച വണ്ടിയാണ്. ഒന്നും ചെയ്യാനില്ല. ഓയിൽ സർവീസ്, ക്ലച്ച് ഡിസ്ക്, ഡൈമിംഗ് ചെയിന്, അതിന്റെ കാര്യങ്ങള്, സീറ്റ് കവർ, അങ്ങനെ മെയിൻ ക്ലാസ് മാറിയത്. മെയിൻ ക്ലാസ് സീറ്റ് വണ്ടി ആയതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കണം. വേറെ പാർട്സുകളൊന്നും മാറിയില്ല വണ്ടി. 280 ആണ് ഇതിന്റെ പ്രൈസ്. നമുക്ക് എന്തെങ്കിലും ചെറിയ വ്യത്യാസത്തിൽ കൊടുക്കാം. 280 ചോദിക്കുന്നുണ്ട്. അതെ, 13 രജിസ്റ്റർ ഉണ്ട് അല്ലേ? 13 രജിസ്ട്രേഷൻ. 28 വരെ പേപ്പർ ഉണ്ടാവും. വണ്ടി വേറെ പ്രശ്നമൊന്നും നോക്കണ്ട. എടുക്കാൻ പറ്റോ? ധൈര്യമായിട്ട് എല്ലാവർക്കും തീർത്ത് വെച്ചാൽ എന്ത് നോക്കാനും എക്സ്പെൻസ് പുറത്തു പറയാൻ പറ്റുന്ന എക്സ്പെൻസ് ഞങ്ങൾക്ക് ചെലവാണ് വണ്ടി. ഞങ്ങൾക്ക് ഏകദേശം 4 ലക്ഷം അടുത്ത് മുടക്കാണ് വണ്ടി. അത് കൊടുക്കണ് ലോസില്ല. ഒരു വണ്ടിക്ക് ഒരു വില ഉണ്ടല്ലോ. എനിക്ക് 4 ലക്ഷം മുടങ്ങി പറഞ്ഞിട്ട് ആ വണ്ടിക്ക് വില കിട്ടണം പറഞ്ഞാല് കിട്ടൂലല്ലോ. ആവശ്യക്കാർ വിളിച്ചോട്ടെ അല്ലേ? തീർച്ചയായും. ഓക്കെ. സ്വിഫ്റ്റ് കാറിൽ ഓട്ടോമാറ്റിക് ആണ്, മാനുവൽ അല്ല. ബ്രോ ഇത് എങ്ങനെ, ഇതിന് ഫുൾ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുത്താല്? 2022 മോഡൽ ZXi ഓട്ടോമാറ്റിക്. ZXi ഏറ്റവും ടോപ്പ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് വണ്ടി. അലോയ്സ് പുഷ്പടം വരുന്നില്ല? പുഷ്പട്ടനൊക്കെ വരുന്ന വണ്ടി വരുമല്ല? ഓക്കെ. പുഷ്പടം ഉണ്ട്, അലോയ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. റിവേഴ്സ് ക്യാമറ എല്ലാം വരുന്ന 60,000 കിലോമീറ്റർ ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത നല്ല അടിപൊളി വണ്ടി. ഓട്ടോമാറ്റിക്. എത്ര ഓട്ടോ ഉണ്ട് വണ്ടി? ഇത് 60,000 കിലോമീറ്റർ ഓട്ടോ. 60,000 ഓടിച്ചു. 60,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഓക്കെ. വേറെ ഒന്നും അറിയില്ല. ഓണർഷിപ്പ് സിംഗിൾ തന്നെയാ? അല്ല, സെക്കൻഡ് ആവട്ടെ. നമുക്ക് ഈ മാർഗങ്ങളില്ല. അല്ല, ഇപ്പൊ പെട്ടെന്ന് മാറേണ്ടി രക്ഷയില്ല. റീപ്ലേസ് ഒന്നുമില്ല. മെക്കാനിസം പെർഫെക്റ്റ് ആണ്. അലമ്പഹളങ്ങളും കാര്യങ്ങളൊന്നുമില്ല വണ്ടിക്ക്. വണ്ടി അടിപൊളി വണ്ടി. അടിപൊളിയാണ്. നമുക്ക് ഇതിൽ 6,80,000 രൂപ കൊടുക്കുക വണ്ടി. 6,80,000 ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ. 2000 എത്ര മോഡലാ? 2022 മോഡൽ വണ്ടി. 22 വണ്ടി. ഓക്കെ. ഫുള്ള് ലോൺ കൊടുക്കല? ഏകദേശം 6,60 വരെ നമുക്ക് ഒരു 10-30 ഉറുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ഓട്ടോമാറ്റിക്. നമ്മുടെ അടുത്ത് ഇതിന്റെ 24 മോഡൽ 25 രജിസ്ട്രേഷൻ വരുന്ന വൈറ്റ് കളർ ഓട്ടോമാറ്റിക് അല്ലാത്ത ZXi പ്ലസ് ഒരു വണ്ടി, മാനുവൽ വണ്ടി വൈറ്റ് കളറിൽ 500 വണ്ടി. ഇവിടെ വീഡിയോ ഇപ്പൊ കാണിക്കാനില്ല, സർവീസും കാര്യത്തിനൊക്കെ ആയിട്ട് പോയിട്ടുള്ള വണ്ടി. ഓക്കെ. അതുണ്ട് നമ്മുടെ. ഓക്കെ, അതുണ്ട്. അത് വേണമെങ്കിൽ വിളിച്ചോട്ടെ. ഇവിടെ റിഡ്സിൽ പെട്രോൾ വണ്ടി നോക്കുന്ന ആൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടി അല്ല? നല്ല അടിച്ചപൊളി കളറുമാണ് വരുന്നത്. എങ്ങനെയാണ് ബ്രോ ഇത് മോഡല്? ഇത് 2014 മോഡലാണ്. VXi ആണ് വണ്ടി. VXi അല്ലേ? ഒന്നുമില്ല. 90,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. ഓട്ടം കുറവുണ്ട്. 3ാമത്തെ ഓണർഷിപ്പ് ആട്ടോ വണ്ടി. 3ാമത്തെ ഓണറാണ്. വണ്ടി വേറെ തട്ടുമുട്ട് റീപ്ലേസ്. ടയറൊക്കെ ഏകദേശം ഒരു 80-90% ടയർ ഭാഗമുണ്ട്. ഇത് ലിമിറ്റഡ് എഡിഷൻ ആ വണ്ടി? ലിമിറ്റഡ് എഡിഷൻ വരുന്ന വണ്ടിയാണ്. ഓക്കെ. ഓക്കെ. വണ്ടി കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഓയിൽ സർവീസ് ഒക്കെ ചെയ്തതാണ് വണ്ടിയുടെ. പുറത്താണ് ഓയിൽ സർവീസ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് 2,70,000 രൂപ കൊടുക്കാം. 2,70,000 കൊടുക്കാം. അതും 2014 വണ്ടി. VXi വണ്ടിയാണ്. ഓട്ടം 90 ഓടിയിട്ടുള്ളൂ. അതിൽ മേലക്കില്ല. ഇല്ലല്ല. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടോ. മാക്സിമം ഫുള്ള് ലോണും ചെയ്യാം. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ഡസ്റ്റർ കാണിച്ചു കൊടുക്കല്ലേ? ഇതെങ്ങനെയായിരുന്നു ബ്രോ മോഡൽ? 2016 മോഡൽ വണ്ടിയാണ്. ഓക്കെ. ഫുൾ ഓപ്ഷൻ വണ്ടി. 85 RC എന്ന ഓപ്ഷൻ വരുന്ന വണ്ടിയാണ്. സാധാരണ 1 ടണ്ണിലാണ് സാധാരണ കൂടുതൽ കണ്ടുവരിക. പക്ഷെ ന്യൂ ഷേപ്പിൽ RZ 85 വരുന്നുണ്ട്. 85 വരുന്ന വണ്ടിയാണ്. 4 പുതുപുത്തൻ ടയർ ഉണ്ട് വണ്ടിക്ക്. ഇതും എന്റെ പേരിലോട്ട് മാറിയതാണ്. ഓണർഷിപ്പ് സിംഗിൾ ആയത് എന്റെ പേരിലോട്ട് മാറിയ വണ്ടിയാണ്. വണ്ടി നല്ല വണ്ടിയാണ്. ന്യൂ ഷേപ്പ് വണ്ടിയാണ്. ഇത് നമുക്ക് 4 ലക്ഷം ആസ്കിംഗ് പ്രൈസ്. എന്തെങ്കിലും ചെറിയ വ്യത്യാസം ചെയ്ത് നമുക്ക് ഇതും കൊടുക്കാം. ഏകദേശം 4 ലക്ഷം ലോൺ പ്രതീക്ഷിക്കാം. ഇതേ വണ്ടി നമുക്ക് വേറെ ഒന്നുകൂടി ഉണ്ട്. 2017 മോഡലാണ്. ഫുൾ വേരിയന്റ് വണ്ടിയാണ്. ഇതേ വേരിയന്റ് തന്നെയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അത് 90,000 കിലോമീറ്റർ വണ്ടി നിലവിൽ ഓടിയിട്ടുള്ളത്. അത് നമുക്ക് ഏകദേശം ഈ റേഞ്ചിൽ നമുക്ക് അത് കൊടുക്കാനും പറ്റുമല്ലേ? ഓക്കെ. അപ്പൊ ഡസ്റ്റർ ഒക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ മൂപ്പരെ വിളിച്ചോ.
മൂപ്പര് എപ്പോഴും മൂപ്പരുടെ അടുത്ത് ഡസ്റ്റർ ഉണ്ടാവും അല്ല, ഏത് വണ്ടി ഇല്ലെങ്കിലും ഈ വണ്ടി മൂപ്പരുടെ അടുത്ത് ഉണ്ടാവും. അതൊരു ഫേവറേറ്റ് ആണ്. അതെ, നാനോ കാറിൽ ഓട്ടോമാറ്റിക് നോക്കുന്ന ആൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടി അല്ലേ? 17 വണ്ടിയാ. 17 വണ്ടി നാനോ ഓട്ടോമാറ്റിക് ആണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. 60-60 കിലോമീറ്റർ ഓടിയില്ല. ടയറൊക്കെ ഏകദേശം 70% ടയർ ഉണ്ട്. പുതിയ ഇൻഷുറൻസ് നമ്മൾ അടച്ചു കൊടുക്കുമ്പോൾ നല്ല ഇൻഷുറൻസ് തീർന്നിരിക്കുകയാണ്. ഇത് 160 അല്ല, ലോൺ കിട്ടൂല. ലോൺ കിട്ടാം. ഞാനൊക്കെ ലോൺ കിട്ടൂല. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടെ അല്ലേ? നല്ല ആലുവക്കണ്ടം പോലത്തെ ഒരു പെട്ടി പീസ് അല്ലേ? ഓഡി Q3 ആണ് നിങ്ങളെ കാണിക്കുന്നത്. അതും ഒറിജിനൽ കേരള വണ്ടി. ബ്രോ ഇത് എങ്ങനെ? 2014 മോഡൽ ഒറിജിനൽ കേരള വണ്ടിയാണ്. 15-ലാണ് രജിസ്ട്രേഷൻ. 6 മാസം രജിസ്ട്രേഷൻ വരുന്നത്. പാനോരമിക് സൺറൂഫ് ഒക്കെ വരുന്ന പ്രീമിയം പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഏറ്റവും ടോപ്പ്. ഒരു റീപ്ലേസ്മെന്റ് വണ്ടിക്കില്ല, ഒരു ക്ലൈം ഹിസ്റ്ററി വണ്ടിക്കില്ല. ഫുൾ അവൈലബിൾ ആണല്ലേ? 1.34 ആ റേഞ്ച് 35 റേഞ്ച് ഓടിയില്ല. അത് ഫുള്ള് കമ്പനിയാണ് സർവീസ്. ടയർ ഭാഗങ്ങളൊക്കെ ഫുള്ള് പെർഫെക്റ്റ് ആണ്. ടയറൊക്കെ പുതിയ ടയർ ഫ്രണ്ട്, ബാക്കിൽ 70% പക്ക പെർഫെക്റ്റ്. പുതിയ ഫുൾ കവർ ഇൻഷുറൻസോട് കൂടി നമുക്ക് 1090 കൊടുക്കാൻ ഫുൾ കവർ ഇൻഷുറൻസോട് കൂടിയിട്ട് ഫുൾ കണ്ടീഷനോട് കൂടി നമുക്ക് 1090 കൊടുക്കാം. സർവീസ് ഹിസ്റ്ററി ഇല്ല വണ്ടിയാണ് കേട്ടോ. ഒറിജിനൽ കേരള വണ്ടി. എവിടെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. എവിടെ ചെക്ക് ചെയ്യാം. അത്രയ്ക്ക് മീയത്തിൽ മീയാണ്. ആവശ്യക്കാർ വന്നോട്ടല്ലേ? തീർച്ചയായിട്ടും. കേട്ടന് കാണിച്ചു കൊടുക്കല്ലേ? എങ്ങനെയായിരുന്നു ഇത് മോഡൽ? 2011 മോഡല്. 11 VXI ആണ് വണ്ടി. 31 വരെ പേപ്പർ ഉണ്ട്. 31 വരെ ഇൻഷുറൻസ്, പുതിയ ടാക്സ്, പുതിയ റിന്യൂവൽ എല്ലാം 31 വരെ എടുക്കുന്ന ആൾക്ക് ടെൻഷൻ വേണ്ട. ഒന്നുമില്ല. 5 കൊല്ലത്തിന് നമുക്ക് പേപ്പർ നോക്കണ്ട. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. മെക്കാനിക് ഭാഗം കുഴപ്പമില്ല. മെക്കാനിക് എല്ലാം ചെയ്ത് വെച്ചിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് 1.35 വില. എന്തെങ്കിലും ചെറിയ വ്യത്യാസം 1.35 കൊടുക്കല്ലേ? ആവശ്യക്കാർ വിളിച്ചോട്ടെ. തീർച്ചയായിട്ടും. ഇവിടെ വോക്സ് വാഗന്റെ വെൻഡോ ഡീസൽ വണ്ടി അത്യാവശ്യം ഒരു 20 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടും. വണ്ടി എന്ത് പാട്? 2011 മോഡലാണ്. ഇതുപോലെ തന്നെ പുതിയ റിന്യൂവൽ എടുത്ത് പുതിയ ഇൻഷുറൻസ് അടച്ച് ടാക്സ് അടച്ച് 30 പുത്തൻ പേപ്പർ കണ്ടീഷനിൽ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാതെ ഒരു 1.5 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ്. ഒറിജിനൽ കേരള ഒന്നും മാറിയില്ല വണ്ടി. ബ്ലാക്ക് വണ്ടി. ബ്ലാക്ക് നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് 2.40 ആസ്കിംഗ് പ്രൈസ്. എന്തെങ്കിലും മാറ്റിയതും കൊടുക്കാം. 2.40 ആസ്കിംഗ് ഉണ്ട്. എന്തെങ്കിലും മാറ്റിയതും കൊടുക്കാം. ചെറിയ ബഡ്ജറ്റിൽ ഒരു 7 സീറ്റ് വണ്ടി, അതും മഹീന്ദ്രന്റെ TU അല്ലേ? അതെ അതെ അതെ. ഇത് ഫുള്ളോടാ വണ്ടി? T8 T6 ആണ് വണ്ടി. T6 ആണ്. അതെ അതെ. ഓക്കെ. എത്ര മോഡലായിരുന്നു? ഇത് 2016 മോഡൽ വണ്ടിയാണ്. T6 ആണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഓക്കെ. എല്ലാം 1,00,000 കിലോമീറ്റർ വണ്ടി ഓടിയുള്ളത്. മേസറീസ് മൊത്തം തീർന്നില്ല. ടൈമിങ് ചെയിൻ അങ്ങനെ മെക്കാനിക് ഭാഗം എല്ലാം പെർഫെക്റ്റ് വർക്ക് വണ്ടിയാണ്. നമുക്ക് 4.40 ആസ്കിംഗ് പ്രൈസ്. അതിൽ എന്ത് ചെറിയ വ്യത്യാസം കൊടുക്കുക. ഫുൾ ഇൻഷുറൻസ് ഓടി നമുക്ക് ഏകദേശം 3.25-4 ലക്ഷം ലോൺ നമുക്ക് കിട്ടുന്ന അറേഞ്ച് കൊടുക്കും. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും നിലവിൽ വണ്ടിക്കില്ല. അങ്ങനെ രീതി കൊടുക്കണം. പക്ക വണ്ടി. 4.40 ആസ്കിംഗ്. അതെ. പിന്നെ ഇപ്പൊ നെക്സ്റ്റ് കുറെ സ്റ്റോക്ക് നമുക്ക് കയറാനുണ്ട്. മാരുതി ഡിഗ്നീസ് നമുക്ക് 2022 സീറ്റ് ഒരു വണ്ടി കയറുന്നുണ്ട്. അത് 40 കിലോമീറ്റർ ഓടിയ വണ്ടി ഉണ്ട്. പിന്നെ ഡിസയർ പെട്രോൾ നമുക്ക് വരാനുണ്ട്. അങ്ങനെ കുറെ വണ്ടികൾ നമ്മുടെ ഷോപ്പിലോട്ട് ഒരുപാട് കയറി വരാനുണ്ട്. ഡസ്റ്റർ മെയിൻ ആയിട്ടല്ല. ഡസ്റ്റർ വരുന്നുണ്ട്, ഇഗ്നീസ് വരുന്നുണ്ട്, ഡിസയർ വരുന്നുണ്ട്. ഒരുപാട് വണ്ടികൾ. അങ്ങനെ പല വണ്ടികളും. സ്വിഫ്റ്റ് 2013 ടൈപ്പ് 2 സ്വിഫ്റ്റ് സിംഗിൾ ഓണർഷിപ്പിന് വണ്ടി അത് വരാനുണ്ട്. അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് വണ്ടികൾ വരാൻ. ആവശ്യക്കാരാണെങ്കിൽ മൂപ്പര നമ്പർ വീഡിയോയിലുണ്ട്, അതിൽ വിളിച്ചാൽ മതി. 2-3 നമ്പർ ഉണ്ടാവും. ലൊക്കേഷൻ അറിയാത്തവർക്ക് പിന്നെ വണ്ടൂർ യൂസർ അടിച്ച ലൊക്കേഷൻ ഉണ്ടാവും. ലൊക്കേഷൻ ഉണ്ടാവും. ഓക്കെ. അപ്പൊ അതായത് വണ്ടൂരിന് നിലമ്പൂർ പോണ റൂട്ട്, നിലമ്പൂർ റോഡ് കിലോമീറ്റർ വന്നാൽ 1 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ആ വളവില് ബാർ ഉണ്ട്. ബാറിന്റെ എന്തായാലും റോഡിന്റെ സൈഡിന് കാണാൻ പറ്റും. അപ്പോ പുതിയൊരു വീഡിയോ മാറ്റി വരുന്നത് വരെ ഗുഡ് ബൈ. ഓക്കെ.